ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചില്ലി ചിക്കനാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കളേഴ്സിലും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദാമാവ്, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് മിക്സും വേണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സോസസ് ആണ്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ സോസ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും വേണം. ചില്ലി ഗാർലിക് സോസിന് പകരം നമുക്ക് ചില്ലി സോസും എടുക്കാം. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ്. ഇനി ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണം. റിഫൈൻഡ് ഓയിലാണ് നമുക്കിതിന് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമുക്ക് ചിക്കനിലോട്ട് ആദ്യം മൈദാമാവ്, കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസും കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി ഗാർലിക് സോസിന് പകരം നിങ്ങൾക്ക് ചില്ലി സോസും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിതിലോട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ പീസസ് ആയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓരോ പീസസ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ചിക്കൻ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായതും ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇത് 3ഉം കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഒരുപാട് കുക്കാവാൻ പാടില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. ഓവർ കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ കൂടിയിട്ട് സോട്ട് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 ടീസ്പൂൺ നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത് 3ഉം ആഡ് ചെയ്യാം. ഇപ്പോൾ സോസസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള
കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് കൂടി എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലോട്ട് ഈ സോസസൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസസിലൊക്കെ ഓൾറെഡി ഉപ്പുള്ളത് കാരണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ചിക്കനിലോട്ട് സോസസൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന സോസസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഈസി ആൻഡ് ടേസ്റ്റി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ.